അശ്വന്ത് ഗോക്കിനെ ഇത്രയും വയലന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. ഇന്ന് അശ്വന്ത് ഗോക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ അങ്കമട്ടാസൻ ടീമിലെ അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞ് അശ്വന്ത് ഗോക്ക് 1,00,000 രൂപ ആവശ്യപ്പെട്ടെന്ന്. അത് തന്നെ ഏറ്റവും വലിയ തള്ളാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ പൈസ വാങ്ങിച്ചാൽ റിവ്യൂ ചെയ്യുന്നതെന്ന്. അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പൈസ വാങ്ങിക്കാനാണെങ്കിൽ പുള്ളിക്കാരന് വലിയ വലിയ സിനിമകൾ, അതായത് ഇപ്പം എടുത്തു പറയേണ്ട എന്താണ് ഈ ബബ്ബബ്ബ, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സിനിമകൾ, വലിയ വലിയ സിനിമകളൊക്കെ പുള്ളിക്കാരൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് പുള്ളിക്കാരൻ പൈസ വാങ്ങിച്ചെന്ന് പറയുമെങ്കിൽ പിന്നെയും വിശ്വസിക്കായിരുന്നു. ഇതുപോലത്തെ ഒരു പടത്തിന്, അത് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തോ 4 കോടി എങ്ങാണ്ടാണ്, ഈ സിനിമയ്ക്കൊക്കെ പുള്ളിക്കാരൻ എന്തിനാണ് പൈസ വാങ്ങിക്കുന്നത്, അത് 1,00,000 രൂപയൊക്കെ. അപ്പോൾ തന്നെ മനസ്സിലാവും തള്ളാണെന്ന്. അങ്ങനെ പുള്ളിക്കാരൻ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. അത് പുള്ളിക്കാരൻ്റെ റിവ്യൂസ് ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യേണ്ട ഒരാളല്ല. അത് മാത്രമല്ല, പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലൊരു ഏർണിങ്സ് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ വീഡിയോസിനൊക്കെ മാക്സിമം തന്നെ ഒരു 5 ലക്ഷം ആൾക്കാർ മേലെ കാണുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ അത്രയും ഒരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടും. കാരണം പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോസ് കിട്ടുന്ന ഒരു ചാനലാണ്. പക്ഷേ ഇന്ന് പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിക്ക് വൈലൻ്റ് ആയിരുന്നു. കാരണം അത്രയും വൈലൻ്റ് ആവാൻ കാരണം പുള്ളിക്കാരൻ പൈസ വാങ്ങിച്ചെന്ന് ഈ പ്രൊഡ്യൂസർ ഓപ്പൺ ആയിട്ട് വന്നിരുന്ന ഒരു ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട്. അതായിരിക്കും പുള്ളിക്കാരൻ ഇത്രയും ട്രിഗർ ആവാനുള്ള കാരണം. പിന്നെ ഈ പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പുള്ളിക്കാരൻ കുറച്ച്, അതായത് പുറമെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കണമെങ്കിലും പുള്ളിക്കാരൻ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുള്ള ആളാണെന്ന് പുള്ളിക്കാരൻ്റെ ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം പുള്ളിക്കാരൻ ഒന്നിനെക്കുറിച്ചും ബോധവരല്ല. കാരണം ഇനി എന്താണെന്ന് പുള്ളിക്കാരൻ ആ ഒരു ഇതില്ലാതെ പുള്ളിക്കാരൻ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാധവ് സുരേഷ് ഒരിക്കലും ഒരു മോശം നടന്നത് ഞാൻ പറയില്ല. കാരണം ഏതെങ്കിലും കാലത്ത് ഇനി കയറി വന്നാലോ. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സിനിമയിലും കയറി മെയിൻ ആവും. അതായത് ഹീറോ മെറ്റീരിയലായിട്ട് എല്ലാ സിനിമയിലും പോകും. അങ്ങനെ ഹീറോ മെറ്റീരിയലായിട്ട് പോകുമ്പോഴാണ് പുള്ളിക്കാരൻ ഒരു ട്രോൾ നെഗറ്റീവ് ആണ്. ആദ്യം പുള്ളിക്കാരൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ആക്ടിംഗ് ക്ലാസ്സിൽ പോയിട്ട് ആക്ടിങ് എന്താണെന്ന് കുറച്ചും കൂടെ പഠിക്കുകയും അതിനുശേഷം ചെറിയ ചെറിയ റോളുകൾ ചെയ്യുക. അതായത് സൈഡ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് അതിൽ ഇമ്പ്രൂവ് ആയി മാത്രമേ വലിയ വലിയ റോൾസിലൊക്കെ വന്ന് ഹീറോ മെറ്റീരിയലാവാൻ പറ്റുള്ളൂ. അല്ലാതെ തുടക്കം തന്നെ കയറി എനിക്ക് ഹീറോ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരൻ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു, അതായത് ഒരു നാടകീയത ഫീലാവും. അത് പുള്ളിക്കാരൻ കണ്ണൊക്കെ വെച്ച് ഈ ക്യാമറയെ നോക്കും പോലെ, അതായത് നോക്കി അഭിനയിക്കും പോലെ, ഈ ശീല പോയി നിന്ന് ഡയലോഗ് പറയും പോലെയാണ് പുള്ളിക്കാരൻ പല സിനിമയിലും പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ സുരേഷ് ഗോപിയുടെ ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടല്ലോ, പടത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എന്തോ ജാനകി വേഴ്സസ് സെറ്റ് ഓഫ് അങ്ങനെ ഒരു സീനുണ്ട്, സിനിമ ഉണ്ടല്ലോ. അതിൽ ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് ഈ മാധവ് സുരേഷും വന്നിരുന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ പുള്ളിക്കാരൻ ഡയലോഗ് പറയുമ്പോൾ ക്യാമറയിൽ നോക്കിയാണ് പറയുന്നത്. അത് സുരേഷ് ഗോപിനെ പറയുന്നുണ്ട്, കണ്ണിങ്ങനെ, അതായത് കറക്റ്റ് ക്യാമറ നോക്കി പറയുകയാണ്. എന്നിട്ട് ആ ഡയറക്ടർ അതിനെ കട്ടാവൊന്നും വിളിച്ചില്ല. എനിക്കൊന്ന് ചിലപ്പം റീടേക്ക് എടുത്ത് എല്ലാം അങ്ങനെ ആയിരിക്കും, അതൊന്നും അറിയത്തില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ മോനായതുകൊണ്ട് പറയാത്തതാണെന്നും തോന്നുന്നു. അപ്പോൾ എനിക്ക് മാധവ് സുരേഷിനോട് പറയാനുള്ളത്, ആദ്യം താങ്കൾ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ ആക്ടിംഗ് എന്താണെന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുക. എന്നിട്ട് താങ്കൾ ചെറിയ ചെറിയ സൈഡ് റോളുകളൊക്കെ ചെയ്ത് കുറച്ച് എന്താ പറയേണ്ടത്, ഈ ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പയ്യെ സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു നടനായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ തുടക്കം തന്നെ കയറി വലിയൊരു സിനിമയിൽ മെയിൻ ഹീറോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ആൾക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഹീറോ നിങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾ അഭിനയം മോശമാണെങ്കിൽ ആൾക്കാർ ഉറപ്പായിട്ടും അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പം അത് എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്നാൽ ചിലപ്പോൾ നല്ലൊരു നടനാവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല നടനായി മാറും. പിന്നെ അശ്വന്ത് ഗോപിനെ കുറിച്ച് പറയാനാണെങ്കിൽ, പുള്ളിക്കാരൻ നല്ലൊരു റിവ്യൂവർ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പുള്ളിക്കാരൻ ഈ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇറങ്ങി ഓടാൻ തന്നെ സിനിമയാണ്. അതുപോലത്തെ ഒരു അപരാധ പടമാണ്. അതിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ നല്ലൊരു റിവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേറൊരു റിവ്യൂവർ ആ സിനിമ ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് ദൃശ്യം സിനിമ പറയുന്നത് ഇതെന്തിനാണ് ഇങ്ങനൊരു സിനിമ എടുത്തതെന്നാണ്. അപ്പത്തിന് എനിക്ക് ആ ഒരു നിലവാരം മനസ്സിലായി. കാരണം അശ്വന്ത് ഗോക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ചില റിവ്യൂസ് എനിക്ക് ഓക്കെ ആയത് തോന്നില്ല. ഈ ബ്രൊമാൻസ് ഒക്കെ എനിക്ക് ഒട്ടും വർക്കാവാത്ത പടങ്ങളാണ്. അതിനൊക്കെ പുള്ളിക്കാരൻ നല്ല റിവ്യൂ പറഞ്ഞാൽ, പിന്നെ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ആ സമയത്ത് പുള്ളിക്കാരൻ ആ ഒരു ഓളത്തിന് ഇരുന്ന് പറഞ്ഞതാണ്. കാരണം പക്ഷേ അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ കറുപ്പിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നത് എനിക്ക് 100% റിയൽ റിവ്യൂ ആയിട്ട് തോന്നി. കാരണം ഈ മറ്റേ ആൾക്കാർ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ ഹൈ പോസിറ്റീവ് റിവ്യൂ കൊടുത്തവരെ ഞാൻ ആലോചിക്കുക, അതിനേക്കാൾ റെട്രോ കൊള്ളാം സൂര്യയുടെ, സീരിയസ് ആയിട്ട് അതിനേക്കാൾ റെട്രോ കൊള്ളാം. അപ്പം എനിക്ക് അതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരിക്കലും പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. പുള്ളിക്കാരൻ നല്ലൊരു റിവ്യൂവർ ആണെന്ന് തോന്നാറുണ്ട്. പിന്നെ ചില സമയത്ത് പുള്ളിക്കാരൻ ചില അബദ്ധങ്ങൾ വരും. പിന്നെ ചില സിനിമയുടെ പുള്ളിക്കാരൻ മാക്സിമം ഒരു ഫൺ മൂഡിലൊക്കെ ആക്കിയെടുക്കും. അത് ആ പ്രൊഡ്യൂസറിന് വളരെയധികം വിഷമം തോന്നും. അങ്ങനെ സംഭവിക്കും. പക്ഷേ ധ്യാനെക്കുറിച്ച് പറഞ്ഞാൽ അടിപൊളിയാണ്. എത്ര സിനിമകൾ പുള്ളിക്കാരൻ മോശം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ധ്യാൻ ഒരു ഇതിൽ പോലും വന്നിരുന്നിട്ട് പുള്ളിക്കാരനെ കുറ്റം പറഞ്ഞിട്ടില്ല. അതാണ് ധ്യാൻ്റെ ഒരു ക്വാളിറ്റി. അത് ശ്രീനിവാസൻ സാറിൻ്റെ മോനായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അത് അവർ ആ കുടുംബത്തിലെ എല്ലാവരും അങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും ക്രിട്ടിസൈസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും തുടരട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു. ബൈ.